ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. തിരിച്ചറിവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണ് തിരിച്ചറിവ് എന്ന് ചോദിച്ചാൽ അതിന് പല തലത്തിൽ, പല വീക്ഷണങ്ങളിൽ, പല വിശദീകരണങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞാൽ തിരിച്ചറിവെന്ന് പറയുന്നത് ഒരു തിരിഞ്ഞ നോട്ടമാണ്. അതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒന്നിനെ കണ്ടെത്തി അതിനെ ആർജിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് തിരിച്ചറിവിനെ പറയുവാനായിട്ട് സാധിക്കും. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നാം ആരാണ്, നാം എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആരാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായും ജീവിതം കുറച്ചുകൂടി ആത്മീയമായും സുന്ദരമായും ജീവിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ചില ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നത്. അത് വ്യക്തിബന്ധങ്ങളായിക്കൊള്ളട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ഈ തിരിച്ചറിവിൻ്റെ ഒരു അനുഭവം നമ്മിൽ നിന്ന് നഷ്ടമാകുമ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നത്. Embracing your true potential. നിന്നിലുള്ള ആ കഴിവിനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഉതകും വിധം ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച വാക്യത്തിൽ ആരാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും അത് മുൻ നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്നും തിരുവചനം നമ്മോട് പറയുന്നുണ്ടല്ലോ. താലന്തുകളുടെ ഉപമയും അതുതന്നെയാണ് നമ്മോട് പറയുന്നത്. ഏറ്റവും അവസാനത്തവൻ തനിക്കുണ്ടായിരുന്ന ആ താലന്ത് മടിയനായി അത് കുഴിച്ചിട്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുകയാണ് ചെയ്തത്. എന്നാൽ അവന് മുമ്പുണ്ടായിരുന്ന മറ്റു 2 പേരും അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ആ വിധത്തിൽ ഈ താലന്തുകളുടെ ഉപമ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നതും അതുതന്നെയാണ്. നമുക്ക് ലഭിച്ച താലന്തിനെ, നമ്മിലുള്ള ആ താലന്തിനെ, നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയാവണ്ണം അതിൻ്റെ മേൽത്തരമായ രീതിയിൽ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും നമുക്കും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ദൈവം അനുഗ്രഹിക്കട്ടെ.